ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോ ഇന്നത്തെ ഗെയിം എന്താണ്? ഇന്നത്തെ ഗെയിം നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലൈൻഡ് ഫുഡ് ചലഞ്ച്. ആ സമയത്ത് നമ്മൾ കാത്തുമായിരുന്നു ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നത്. അപ്പം ഇത്തവണ ഞങ്ങൾ ഒരു ട്വിസ്റ്റ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. ഇത്തവണ നമ്മൾ സാധനം പർച്ചേസ് ചെയ്തത് ലുലുവിൽ പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു, ഒരു 5 ഐറ്റം. ഞാനും കുറച്ച് സാധനം ഇൻഡിവിജ്വലി ആയിട്ട് രണ്ടുപേരും രണ്ടായിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. രണ്ടുപേരും സെപ്പറേറ്റ് ബില്ലും കൊടുത്ത് അത് കവറിലിട്ട് അവിടുന്ന് തന്നെ കവറും മേടിച്ച് അതിട്ട് കെട്ടി പരസ്പരം കാണാത്ത രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. നമ്മൾ ഈ ഗെയിം തുടങ്ങുമ്പോഴേ അത് പുറത്തേക്ക് എടുത്ത് റിവീൽ ചെയ്യുള്ളൂ. അപ്പം പാക്കറ്റ് തുറന്ന് ഓരോന്ന് പോയി എടുത്തിട്ട് വരണം, തിരിച്ച് പാക്കറ്റ് അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കണം. അതെ, അതുകൊണ്ട് അത് ഇച്ചിരി ടാസ്ക് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പൊ എന്നാ ഫസ്റ്റ് ഞാൻ മേടിച്ച എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് വരട്ടെ. പോയി എടുത്തിട്ട് വരും. ഓക്കെ, അപ്പൊ എന്നാ കണ്ണൊക്കെ അടച്ചവിടെ ഇരുന്നു. യെസ്. ഒന്നും കാണത്തില്ലെന്ന് ഉറപ്പാണല്ലോ. ഇതെത്രയാ? ഇത് പിടിച്ചു നോക്കി പറയാം. നനഞ്ഞിരിക്കുന്നത്. ഞാനൊരു സാധനം എടുത്താ. ഓക്കെ ഗൈസ്, മണത്ത് നോക്കാമോ? മണത്ത് നോക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെയുണ്ടെങ്കിൽ പക്ഷെ ഈ സാധനത്തിന്റെ ഒക്കെ മണം അത്ര ദൂരെ വെച്ചിട്ട് എന്നെ ഇപ്പൊ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇല്ല, ശരിയാ, ഇല്ല, എനിക്ക് തോന്നുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഐറ്റം ഫ്രണ്ടിലുണ്ട്, ഒന്ന് തപ്പി നോക്കിക്കോ. അയ്യോ, എനിക്ക് പേടിയാണ്. അനങ്ങുമോ? ചെലപ്പോ അനങ്ങും. അനക്കണോ? വേണ്ട. എവിടെയാ പ്ലേറ്റ്? അയ്യോ, അത് ഓടിയതാ. പിടിച്ചോ. എനിക്ക് പിടിക്കാനുള്ള ഒന്നുമില്ല. പ്ലേറ്റ് എവിടെ? അതെ, കിട്ടി കിട്ടി കിട്ടി. ഇതെന്താ? ബൗള്. ബൗള്. ഓക്കെ, ഇതിന്റെ ഉള്ളൊന്നും ഇല്ലല്ലോ. അയ്യോ, എന്തത് വെള്ളമോ? ഇത് ജയിക്കൂന്റെ. വേണ്ട, ഒന്നും പറയുന്നില്ല. മണക്കാൻ പറ്റത്തില്ലല്ലേ? ഇല്ല, മണക്കാൻ പറ്റില്ല. ഇതില് കൊറേ കട്ടി ആയിട്ട് എന്തൊക്കെ കുഴപ്പമുണ്ടല്ലോ. ഈശ്വരാ, ഇതെന്താ? ഇതെന്താ? നമ്മൾ എന്തിനാ ഇത് ഉപയോഗിക്കണേ? അതൊന്നും പറയത്തില്ല. ക്ലൂ വേണം. ഇല്ല, ക്ലൂ ഒന്നും ഇല്ല. ഒരു ക്ലൂ വേണം. ഒരു ക്ലൂ തരാം. ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി ഇത് ഇതേപോലെ കഴിക്കാം, ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. അതെന്ത് ക്ലൂ ഗായ്സ്? അത്രയൊക്കെ എനിക്ക് ക്ലൂ ഉള്ളു. എനിക്ക് കൊറേ കട്ട കിടപ്പുണ്ട്, അതാണ് എന്റെ സംശയം. ചുമ്മാ ഗസ് അടിക്കും. ഒത്തിരി ടൈം ഇല്ല. ഇല്ലില്ല, ഇനി ടൈമില്ല. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. 10 9 8 7 6 യോഗട്ട് തൈര് വല്ലതുമാണ്. ആണോ? ഇത് തൈരായിരുന്നു ഗൈസ്. തൈരിന്റെ തരിതിരി ഇത് തൊട്ട് നോക്കി കണ്ടോ, മൊത്തം തരിതിരി കിടക്കുക. എന്തേലും വീണതായിരിക്കും. ഇല്ല, കട്ട പിടിച്ച് കിടക്കില്ലേ അത്. ഓക്കെ ഗൈസ്, അപ്പം തൈരിന്റെ കട്ട ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അന്ന് ഇനി കൈയൊക്കെ കഴുകി സെറ്റ് ആയിട്ട് ഞാൻ കണ്ണൊക്കെ അടച്ചിരിക്കാം. അപ്പൊ ഗായ്സ്, ഇപ്പൊ എനിക്കിട്ടൊരു പണി കിട്ടി. ഇനി നമുക്ക് തിരിച്ചു പണി കൊടുത്താലോ? അപ്പൊ ഞാൻ സാധനം എടുത്തിട്ട് വരട്ടെ. കണ്ണാടിയെ കോരി ഇതെടുത്ത് വെച്ചു. ഞാൻ സാധനം എടുത്തിട്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ ബ്ലൈൻഡ് ഫോൾഡ് മാറ്റിയാൽ തന്നെ ഒന്നും കാണാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സെറ്റ് ആണ്. രണ്ട്. അത് പിടിച്ചു നോക്കിയ എല്ലാരും രണ്ടേ കാണിക്കുള്ളൂ ഗൈസ്, അതുകൊണ്ട് രണ്ടെണ്ണം കൊണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ സാധനം എടുത്തിട്ട് വരാം. ഓക്കെ, സാധനം ഞാനപ്പോ അവരെ കാണിച്ചിട്ടുണ്ട്. ഇരുട്ടിന്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ കണ്ണാടി വെച്ചോട്ടെ. ഓക്കെ, തൊട്ടുള്ളൂ. ഇതൊരു ബൗളാണ്. എന്ത് സാധനം? തപ്പി എന്തോ കുഴയുന്ന സാധനം. ഇത് കുറച്ചെണ്ണം ഉണ്ടല്ലോ. ഇതിന്റെ അകത്തെന്തോ കുരു ഉണ്ട്. അടിയുന്ന സാധനം പുളിയുടെ കുരു ഇങ്ങനല്ലോ. എന്താ സാധനം?
മനസ്സിലായി. എന്താ? ഈന്തപ്പഴല്ലേ? അതെ, കിട്ടി ഗായ്സ്. കുരു വെച്ച് കണ്ടുപിടിച്ച് ഗായ്സ്. തുറന്നു നോക്കിക്കോളൂ. ഒന്ന് തുറന്നേ. എന്റെ ഒരു കൈ കണ്ണാടി, മറ്റേ കൈ ഈന്തപ്പഴം. ആ, കണ്ടുപിടിച്ച് ഗായ്സ്. ഞാൻ ആദ്യം ഇത് ഞെക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പുളിയാണോ ഓർത്ത്, വാളംപുളി. പക്ഷെ കുരുവെ തൊട്ടപ്പോ മനസ്സിലായി. അതെ, വാളംപുളിയുടെ കുരു റൗണ്ട് ആണല്ലോ. അതെല്ലോ, അതെല്ലോ. അതെ ഗൈസ്, അതെ. നമുക്കിനി അടുത്ത റൗണ്ടിൽ പോവാം. കണ്ണൊക്കെ എടുത്തിരുന്നു. ഓക്കേ. കുരു. അപ്പം നമ്മളിവിടെ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതെന്നാന്നുള്ളത് അമ്മു ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, കമോൺ. പ്ലേറ്റ് എവിടെ? പ്ലേറ്റിന്റെ ഉള്ളിലാണല്ലേ അപ്പൊ സാധനം? യെസ്. അയ്യോ, എന്തത്? ഇതിന് ജീവനുണ്ടോ? നോക്ക്. പ്ലേറ്റിൽ വെക്കുന്നതാണ്ട് എടുത്തോണ്ട് പോകുന്നുണ്ട് ഗൈസ്. നോക്ക്, എന്താന്ന് പെട്ടെന്ന് നോക്ക്. ടൈം തീരും. തൂവലാണോ? പിന്നെ തൂവല. നല്ല തൂവലല്ലേ? മയിൽപ്പീലി, മയിൽപ്പീലി. പ്ലേറ്റിൽ ഒന്നുമില്ല ഗൈസ്. എന്താ ബളബളാന്നിരിക്കുന്നെ? ഷേപ്പ് നോക്കാം. ഇതെന്താ ഇതിങ്ങനെ പോയിട്ട്? ഇതുവരെ മനസ്സിലായില്ലേ? മീൻ. കണ്ണൂർ നോക്കി. മീനല്ലേ? കണ്ണൂർ നോക്ക്. പല്ല് ഗായ്സ്. നല്ല പല്ലൊക്കെ ഉണ്ട്. ഞാൻ ഇതിനെ കടിപ്പിക്കാൻ വേണ്ടി വാ തുറക്കാവോ നോക്കി, പക്ഷെ ഒത്തില്ല. ഇതാണല്ലേ അപ്പൊ ബളബളാന്നിരുന്നത് കണ്ണ്. കണ്ണ്. ഇതാണ് നിന്റെ തൂവല്. ഇത് പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ കൊള്ളുമ്പോഴേ അങ്ങനെ വിചാരിക്കത്തുള്ളൂ. ഷട്ടിൽ കോക്കൊന്നും പറഞ്ഞില്ലോ ബാക്കി. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ മീമി ഇവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. നമുക്കിപ്പോ അടുത്ത റൗണ്ടിലേക്ക് പോവാം. കൈയൊക്കെ കഴുകിട്ട് എവിടെ സാധനം? എവിടെ? ഡിലേ ആക്കല്ലേ? പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് കാണാം. പോയി കിടന്ന് ഉറങ്ങണം. എന്ത് സാധനമാണോ? സാധനമാണ്. സപ്പോർട്ടിക്കടൊക്കെയാണ് ഒരു ഷേപ്പ്. അതിന് രോമമില്ല. രോമമുള്ള കൂട്ടുണ്ടായി. ഇതൊക്കെ ഒരുമാതിരി കുത്തിക്കൊള്ളുന്നില്ല. സപ്പോർട്ടിക്കട ഷേപ്പില് എന്താണ്? ഉണ്ടോ? ഇതെല്ലാം സപ്പോർട്ടിക്ക പോലെ തന്നെയുണ്ട്. സൂപ്പറൊക്കെ കുറച്ച് പറയാൻ പറ്റുമോ? ഇല്ല, അതിന് ഇതില്ല. കിവിയാണോ? നീ ചുമ്മാ കളിയൊക്കെ. കിവിയാണെങ്കിൽ ഇതുപോലെ കിവിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നോ? അതിനൊരു ഇത് രോമം പോലെ അല്ലേ? ഓക്കെ, ഞാൻ എന്താണേലും കണ്ടുറക്കാൻ പോണേ. നോക്കട്ടെ. അയ്യോ, ഇത് മറ്റേ സപ്പോർട്ടൊക്കെ പോലെ തന്നെ. ആ രോമം മാത്രമേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പൊ അങ്ങനെ ഞാൻ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. എന്താണ് ഗായ്സ്? എന്നതാ? ജേക്കുബിനെ വല്ലോണം എടുത്തോണ്ട്. അതാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് വരൂല, ഫുള്ള് ശബ്ദമായിരിക്കും. ഓടുന്ന ശബ്ദമില്ലാത്ത സാധനം ഉറുമ്പാണോ? നോക്കട്ടെ. അയ്യോ അയ്യോ, ഇത് നിന്റെ കയ്യില്ലേ? നിന്റെ കൈയുടെ അറ്റത്ത് തന്നെ എന്തോ മുള്ളു.
അതല്ല ഞാൻ പറഞ്ഞത് ഓടുന്നുണ്ടെന്ന്. അതിന് നിന്റെ കയ്യിലാണല്ലോ സാധനം ഇരുന്നത്. ഇങ്ങോട്ടായിപ്പ ആമയാണോ എന്ത് പാടി? ആമത്തുണ്ട ആമയെ പോലെ ഉണ്ടല്ലോ. എന്റെ മോനെ ഇത് മറ്റേ എടാ സീൻ സാധനം. എടാ ഇത് ഞണ്ടല്ലേ? യെസ്. പറ്റൂ മറ്റേ ഡാൻസ് ഇല്ലേ അത് കളിക്കാൻ. ഇതിനെ വെച്ച് എന്നെ കടിപ്പിക്കുമല്ലേ? എന്നിട്ട് അത് എന്നെ കടിച്ചാലോ? സോ ക്രൂവൽ മാൻ. ഓക്കേ, അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അതെ, അടുത്ത റൗണ്ടിൽ ഞാൻ ഇവിടെ കണ്ടിട്ട് സിസ്റ്റം ഒക്കെ കൊള്ളാലോ. ഇതുണ്ടോ? ഇത് വെച്ചിട്ടല്ലേ നണ്ട് നടക്കുന്നത്. അപ്പൊ ഇത് രണ്ടെണ്ണോ നീന്തുന്നത്? സോറി, മാറിപ്പോയി. ഓക്കേ, ബൈ. ഇല്ല, വരുന്നേ ഉള്ളൂ. ഓക്കെ. ഇതെന്താണ്? പക്ഷെ ശരിക്കും അതല്ലായിരുന്നു സാധനം. സാധനം ഞാൻ വേറെ വെക്കാം. അത് ഈ കുഞ്ഞു ടോയ് ആയിരുന്നു. ഇനി നോക്കിക്കോ. Yes, of course. ഇത് നമ്മുടെ ഗ്രീൻ ബ്രിഞ്ചാളാണ്. അതെ, ഗ്രീൻ ബ്രിഞ്ചാൾ. ഇത് നട്ട് പറിച്ചു. നട്ടോ? മറ്റേ ഇങ്ങനത്തെ തൊപ്പി. അതെ, അത് പറിച്ചു. ഓ ഗൈസ്, ഞാൻ വഴുതനങ്ങയുടെ തൊപ്പി പറിച്ചു കളഞ്ഞൊക്കെ അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കണ്ണു തുറന്നോ? അതല്ലേ തൊപ്പി പറിച്ചു കളഞ്ഞ് നീ കണ്ടുപിടിച്ചല്ലേ? കണ്ണു തുറന്നു നോക്കിയേ. കളർ കറക്റ്റ് ആയിരുന്നു, പക്ഷെ സാധനം പടവലങ്ങിയ. അത് ഞാൻ കഷ്ടപ്പെട്ട് നോക്കി കണ്ടുപിടിച്ചാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു നീ ഈ സാധനം മറ്റേ കുക്കുംബർ പറയാതിരിക്കുന്ന ഓർത്തെ, പക്ഷെ നീ വഴുതനങ്ങയിലേക്ക് പോകുന്നു ഞാനും പ്രതീക്ഷിച്ചു. എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ഞാൻ കണ്ണടച്ചിരിക്കാം. ഓക്കെ. എവിടെ? ഓക്കെ, ഇതിന്റെ തുമ്പ്, ഇത് മുന്നോ. നമ്മള് മറ്റേ തേനൊക്കെ കുടിക്കുന്ന ചുണ്ട്. എന്ത് ചുണ്ട്? മറ്റേ വാഴച്ചുണ്ട്. നിങ്ങളുടെ നാട്ടിലെ കൊടപ്പൻ ആണോ? അല്ലേ? ഉറപ്പാണോ? ആണെന്ന് തോന്നുന്നു. കാരണം അത് കൂട്ടി ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, ഒരു ഷേപ്പ് സെറ്റ് ആണ്. അതെ, യെസ് യെസ് ഓഫ് കോഴ്സ്, യെസ് കൊടപ്പനാണ് ഗൈസ്. ഓക്കേ, തുറന്നു നോക്കിക്കോ. ഇതാണ് ഗൈസ് ഇവരുടെ നാട്ടിലെ കൊടപ്പൻ. ഞങ്ങളുടെ നാട്ടിലെ കൊടപ്പൻ ഇതൊന്നുമല്ല, ഇത് മെയ്സ് അല്ലേ? അതെ. ഓ ഗൈസ്, ഇത് രണ്ടും ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നു. അത് ഇതിന്റെ മേലത്തെ സ്ട്രക്ചർ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓ ശരി, ഇച്ചിരി പൊളിച്ചു നോക്കുക മതിയായിരുന്നു. ഇതിന് കനം കുറവായിരുന്നു ഗൈസ്. ഇത് പൊളിച്ചു നോക്കിയായിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടി. എന്നാലും ഈ സാധനം നീ മേടിക്കുന്ന സ്വപ്നത്തെ പോലും കരുതിയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇത് കിട്ടിയില്ല. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ, ഞാൻ ഇവിടെ കണ്ണും പൂട്ടിയിരിക്കാം. കണ്ണും പൂട്ടി. ഓക്കെ ഗൈസ്, കണ്ടിട്ട്
എന്ത് ഫ്രൂട്ടാണ്? പിയറാണോ? പിയർ ആണോ? എന്നാ പിയർ ആണ്. ആണോ? യെസ് ഗൈസ്, അങ്ങനെ അത് കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അങ്ങനെ പിയറും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ തരാലോ. സാധനോ ആഹാ, നല്ല സ്ക്രൂ ഒക്കെ കയറി പോകുന്ന പോലെ പോകുന്നുണ്ട്. ഇത് തിരിച്ചാ ഇപ്പുറത്തോട്ടാണ് കറക്റ്റാ. മക്രോൺസ് മാക്രോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ടൊരു സാധനമില്ലേ? ഈ പാസ്ത ഒക്കെ ഉണ്ടാക്കുന്ന പാസ്തയുടെ സുനാപ്പിയാണോ? ആ, നല്ല മറ്റേ സ്ക്രൂ ഒക്കെ കയറി പോകുന്ന പോലെ പോകുന്നുണ്ട് ഗൈസ്. വെച്ചിട്ടുണ്ട്. തപ്പി നോക്ക്, എന്താന്ന് നോക്ക്. ഒരു എനർജിയോടൊക്കെ വരട്ടെ. എണ്ണ, എണ്ണയുടെ ഉള്ളില് അല്ല, ഇത് കുളിക്കുന്നത്. ക്ലൂ ഒന്നും ഇല്ല. ഇല്ല, ക്ലൂ ഇല്ല. എനിക്ക് ക്ലൂ ഒന്നും ഞാൻ ചോദിച്ചല്ലോ. ക്ലൂ ഇല്ല. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. 10 9 8 7 മധുരമല്ലേ? 6 5 4 3 2 1. ഫിക്സ് ചെയ്താ? നോക്കിക്കോ. കറക്റ്റ് ആയിരുന്നു. പാനി മനഃപൂർവ്വം ഒഴിവാക്കിയോ? ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനൽ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? മീൻ അടിപൊളിയല്ലായിരുന്നു. രണ്ടിനെ കൊണ്ട് എന്നെ കടിപ്പിക്കാൻ നോക്കി ഗൈസ്. എന്തോ ഭാഗ്യം ജീവനില്ലാത്ത ഞാൻ ഉണ്ടായിരുന്നു. തൊപ്പി വെച്ചേക്കുവായിരുന്നല്ലേ? ഓക്കെ, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഞാൻ പോയി എന്റെ കണ്ണാടി ഒന്ന് എടുത്ത് വെക്കട്ടെ. ഓക്കെ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഗെയിം? അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം അത്യാവശ്യം സെറ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്കും അതുപോലെ ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഇതുപോലെയുള്ള ഗെയിംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൊക്കെ തെറ്റിച്ച് നമ്മൾ രണ്ടുപേരും കൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പം ആ സൈഡിലുള്ള ബെല്ലൈക്കണമെന്ന് അടിച്ചു പൊട്ടിക്കണം. യെസ്. അപ്പം ഇനി ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനി വരുന്നവരേക്കും ബൈ.